ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകീരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകീരിയിൽ. എൻ സഹായം വാനഭൂവിൽ അഖിലം വാഴും യഹോവയിൽ. എൻ സഹായം വാനഭൂവിൽ അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയ പാലകൻ താൻ ഇല്ലെനിക്കു കേദമുട്ടും. യഹോവയ പാലകൻ താൻ ഇല്ലെനിക്കു കേദമുട്ടു. ശത്രുഭയം നീക്കി എന്നെ മാത്രാതോറും കാത്തിടുന്നു. ശത്രുഭയം നീക്കി എന്നെ മാത്രാതോറും കാത്തിടുന്നു. നീതിയിൻ സൽപാതകളിൽ നിത്യവും നടത്തിടുന്നു. നീതിയിൻ സൽപാതകളിൽ നിത്യവും നടത്തിടുന്നു. ശോഭയേറു സ്വർപ്പുരിയിൽ തീരമതിൽ ചേർന്നിടും ഞാൻ. ശോഭയേറു സ്വർപ്പുരിയിൽ തീരമതിൽ ചേർന്നിടും ഞാൻ. ശോഭിതപുരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. ശോഭിതപുരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോൻ. വാനസേന ഗാനം പാടി വാണിടുന്നു സ്വർഗസിയോൻ. ധ്യാനിച്ചിടു നേരമെൻ്റെ മനസ്സം മോദിച്ചിടുന്നു. ധ്യാനിച്ചിടു നേരമെൻ്റെ മനസ്സം മോദിച്ചിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നിടും ഞാൻ ഭാഗ്യദേശേ. ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നിടും ഞാൻ സ്വർഗദേശേ. ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ. ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാണിടുവാൻ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളൂ വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ
തുണയാരുളോ വൻകേരയിൽ ഉയർത്തിടും ഞാൻ എൻ്റെ കൺകൾ. തുണയാരുളോ വൻകേരയിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഒരു ബിസിനസ്സുണ്ട്, ഒരു കടയുണ്ട്. ആ കടയിൽ ഞാനും ഹസ്ബൻഡും കൂടെ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നിരുന്നപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിലൊരു പാട്ട് തന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് പാടാം വീഡിയോയിൽ കൂടെ. ഒരു സങ്കീർത്തനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 95 സങ്കീർത്തനം. വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈകളിലെ ആടുകളും തന്നെ. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരിബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടു എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനം എന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സ്തോത്രം. ഇത് ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. മരുഭൂമിയിൽ വെച്ച് അവർ കർത്താവിനെ പരീക്ഷിക്കുകയും തള്ളിപ്പറയുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് ദൈവത്തിന് അവരോട് അകൽച്ച വന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ എല്ലാവരും പട്ടുപോയി. 2 പേര് മാത്രമേ ആ സമയത്ത് മിസ്രൈമിൽ നിന്നിറങ്ങിയവരിൽ 2 പേര് കനാൻ ദേശത്തെത്തിയുള്ളൂ. അവരെ യോശുവയും കാലേബുമാണ്. പിന്നുള്ള തലമുറയാണ് ഇസ്രായേൽ കനാൻ ദേശത്ത് എത്തുവാനിടയായത്. യോശുവയും കാലേബും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. അവരോട് ഒറ്റുനോക്കാൻ പോകാൻ പറഞ്ഞ ആ ദേശത്തെ അവരൊറ്റു നോക്കാൻ പോയപ്പോൾ ബാക്കി 10 പേരും അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് പറഞ്ഞത്. അവിടെ അനാക്യ മല്ലന്മാരുണ്ടായ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്കവിടെ പോയി കഴിഞ്ഞാൽ അവരെ ജയിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവർ അവിശ്വസിച്ചു, ദൈവത്തിൻ്റെ വചനത്തിൽ അവിശ്വസിച്ചുകൊണ്ട് അവരെല്ലാം ആ മരുഭൂമിയിൽ പട്ടുപോയി. എന്നാൽ യോശുവയും കാലേബും വന്ന് നല്ല വർത്തമാനം പറഞ്ഞതുകൊണ്ട് അവർ ദൈവത്തിൽ വിശ്വസിച്ചു. കനാനിൽ ഒത്തിരി ജാതികളുണ്ട്, 7 ജാതികളെ കീഴടക്കണം. കാലേബ് പറയുന്നു, എൻ്റെ ദൈവം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ ആ ദേശത്ത് നിന്ന് അവരെ എല്ലാം ഒടുക്കും എന്ന് പറഞ്ഞ് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ദൈവത്തിൻ്റെ കോപം നമ്മളിൽ വരാതിരിക്കുവാൻ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അവൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം ഒരിക്കലും മാറിപ്പോകത്തില്ല. അന്ത്യത്തോളം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ഇതിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. നമ്മുടെ കർത്താവ് മഹാരാജാവാണ്. ആ മഹാരാജാവിൻ്റെ സന്നിധാനത്തിൽ താഴ്മയോടെ വിനയത്തോടെ
അവൻ്റെ വചനത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും മുന്നേറാം. ആ കനാൻ ദേശത്തെത്തണമെന്നുള്ളതാണ് നമ്മുടെ ഭാഗ്യവും നമ്മുടെ ലക്ഷ്യവും. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു ശബ്ദത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ആശീർവദിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ജയമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയനടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, നിൻ്റെ സന്നിധാനത്തിൽ അടിയങ്ങളുടെ ബിസിനസ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാതെ നിൻ്റെ വചനം ഞങ്ങളോടുകൂടെ ഉണ്ട്. നീ ഞങ്ങളെ വഴി നടത്തും. നീ നല്ല ഇടയനായ ക്രിസ്തു ആയിരിക്കാം. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടെ. യേശുവിൻ്റെ നാമത്തിൽ താഴ്വായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.